ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പരമാവധി അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ദിനങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അതർഹിക്കുന്ന രീതിയിൽ കൂടുതൽ ഇബാദത്തുകളുമായി റബ്ബിങ്കലേക്ക് അടുക്കുവാനുള്ള ജീവിതത്തിലെ അടയാളപ്പെടുത്തലുകൾ വർദ്ധിപ്പിക്കുവാൻ എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആദർശപിതാവ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയതമ ഹാജർ റളിയല്ലാഹു അൻഹ, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിതങ്ങൾ ലോകം അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളിയാഴ്ചയിലാണ് നാം ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത്. കടമകളെല്ലാം പൂർത്തിയാക്കിയ ഒരു പ്രവാചകനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യരുടെ നേതാവായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൂടി പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ഉത്തമ സുഹൃത്തായിട്ടാണ് സൂറത്തുൽ ബഖറയുടെ സൂറത്തുൽ നിസായിലെ 125-ാമത്തെ ആയത്തിൽ റബ്ബ് തആല വിശേഷിപ്പിക്കുന്നത്. ഒട്ടനവധി പരീക്ഷണങ്ങൾ കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഖലീലുള്ളയെ പരീക്ഷിച്ചുവെന്നാണ്. അവിടങ്ങളിലെല്ലാം പൂർണ്ണമായി വിജയം പ്രഖ്യാപിക്കുകയും തൻ്റെ ദൗത്യങ്ങളെല്ലാം നിറവേറ്റുകയും ചെയ്ത പ്രവാചകരെയാണ് വിശുദ്ധ ഖുർആൻ ഒട്ടനവധി ആയത്തുകളിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അദ്ദേഹം ഋജുമാനസ്കനായിരുന്നു. പൂർണ്ണമായും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഒരു സമുദായമെന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രവാചകനെ വിശേഷിപ്പിച്ചത്. ഒരു സമുദായം ചെയ്തു തീർക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഏകനായി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാത്രം സഹായം കൊണ്ടെന്ന് മാത്രം ആ പ്രവാചകൻ തൗഹീദും റിസാലത്തും പൂർത്തിയാക്കിയതായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ പ്രവാചകനെയും കൂടെയുള്ളവരെയും മാതൃകയാക്കുവാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹിനയിലെ 4-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുകയാണ്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്വാസികൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നു. മറ്റൊരു പ്രവാചകനെയും നിങ്ങൾ മാതൃകയാക്കണമെന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിതം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു. ഇബ്രാഹിം നബിയിലും കൂടെയുള്ളവരിലും വിശ്വാസികൾക്ക് മാതൃകയുണ്ട്. ആ ഇബ്രാഹിം നബിയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്പൂർണമായും അനുസരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ആ ഇബ്രാഹിം നബിയെ ഓർക്കണമെന്ന് പ്രവാചകരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി പറയുകയാണ്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. പ്രവാചക, ഇബ്രാഹിം നബിയെ താങ്കൾ ഓർക്കണം. കിതാബിൽ പ്രഖ്യാപിച്ച ആ പ്രവാചകനാണ്. അദ്ദേഹം സാത്വികനായ സത്യസന്ധനായ ഒരു പ്രവാചകനാണ്. എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും വിജയിച്ച ഒരു പ്രവാചകനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിങ്കിൽ നിന്നും അവതീർണമായ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് തൗഹീദി വിഷയത്തിൽ
അള്ളാഹു മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ചില കാര്യങ്ങൾ പ്രബോധനം നടത്തുവാനായിട്ട് ഇബ്രാഹിം നബിയെ തിരഞ്ഞെടുത്തു. ആ വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു മറിയം 19-ാം അധ്യായം 41 മുതലുള്ള ആയത്തുകളിൽ കൂടി അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിങ്കിൽ നിന്നും ലഭിച്ച ആ അറിവ്, പിതാവായ ആസർ ലഭിക്കാത്ത അറിവ്, ആ രാജ്യത്തുള്ള മറ്റാർക്കും ലഭിക്കാത്ത ആ അറിവ് ഇബ്രാഹിം നബിക്ക് റബ്ബുൽ ഇസ്സത്ത് നൽകി. ലഭിച്ച അറിവുകൾ മൂടിവെച്ചുകൊണ്ടല്ല ഇബ്രാഹിം നബി രംഗപ്രവേശം നടത്തിയത്. സ്വന്തത്തോട് മാത്രം ആ ജീവിതം പ്രഖ്യാപിക്കുകയല്ല ഇബ്രാഹിം നബി ചെയ്തത്. മനസ്സിലാക്കിയ ഇൽമ്, ആ തൗഹീദ്, ആ അറിവ് ഒന്നാമതായി പ്രഖ്യാപിക്കുന്നത് സ്വന്തം പിതാവിനോടാണ്. പൊന്നുപ്പ, അങ്ങനെയാണ് ഖുർആന്റെ ഭാഷ്യം. വാത്സല്യനിധിയായ എൻ്റെ വാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഒരു പ്രബോധകന്റെ ദൗത്യമാണ് ഇബ്രാഹിം നബിയിൽ കൂടി നാം കാണുന്നത്. സ്വന്തം വീട്ടുകാരോടായിരിക്കണം ആദ്യമായി പ്രബോധനം നടത്തേണ്ടത്. സ്വന്തം ഭാര്യയോടും മക്കളോടും പിതാവിനോടുമായിരിക്കണം പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിതാവിനോടായിരുന്നു ഖലീലുള്ളയുടെ ആദ്യത്തെ പ്രബോധനം. വഅൻദിർ അശീറതകൽ അഖറബീൻ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന. പ്രവാചക, അങ്ങയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് മുന്നറിയിപ്പ് നൽകുക. സൂറത്ത് ശുഅറ 214-ാമത്തെ ആയത്ത്. ഇതേ നിലപാടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ നിലപാടായി പ്രഖ്യാപിച്ചത്. പൊന്നുപ്പ, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? കാണാത്ത, കേൾക്കാത്ത, ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യാത്ത ഈ വിഗ്രഹത്തെയാണല്ലോ നിങ്ങൾ ആരാധിക്കുന്നത്. എന്ത് കാര്യമാണുപ്പ എന്ന് ചോദിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൃത്യമായിട്ടുള്ള പ്രബോധനത്തിന്റെ ഒന്നാമത്തെ പാഠശാല അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. മകൻ പിതാവിനോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് പിതാവിനോട് അങ്ങനെ പറയുവാനുണ്ടായ കാരണം? ഇന്നീ ഖദ് ജാഅനി മിനൽ ഇൽമ്, അല്ലാഹുവിങ്കിൽ നിന്നും എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് പിതാവേ. മാലം യഅതിക് ഫത്തബിഉനി അഹദിക സിറാത്തൻ സവിയ്യ, അങ്ങേക്ക് ലഭിക്കാത്ത അറിവ്, അങ്ങേക്ക് ഞാൻ നേർവഴി കാണിച്ചു തരാം, ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തരാം വാപ്പാ. എന്റെ മാർഗം, ഞാൻ പഠിപ്പിച്ചു തരുന്ന മാർഗത്തിൽ കൂടി അങ്ങ് പ്രവേശിക്കണം. പിതാവായ അങ്ങേക്ക് ലഭിക്കാത്ത ഈ ഇൽമ്, ഈ അറിവ് റബ്ബുൽ ഇസ്സത്ത് എനിക്കാണ് നൽകിയത്. അതുകൊണ്ട് പ്രിയ പിതാവേ, ഈ മാർഗം നിങ്ങൾ സ്വീകരിക്കണം. ഗുണകാംക്ഷയോടുകൂടിയുള്ള ഒരു പ്രവാചകന്റെ മറുപടിയാണ് തൊട്ടടുത്ത ആയത്തിൽ. പൊന്നുപ്പ, ഇത് നിങ്ങളോടുള്ള വൈരാഗ്യമോ വിദ്വേഷമോ കൊണ്ടല്ല. രാജ്യം ഭരിക്കുന്ന നമ്രൂദിനോടും നാട്ടുകാരോടും എനിക്ക് പറയുവാനുള്ളത്, ഗുണകാംക്ഷയോടെ എനിക്ക് പറയുവാനുള്ളത് റബ്ബിനെ ഭയപ്പെടണമെന്നുള്ള കാര്യത്തിലാണ്. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിൽ നിന്നുള്ള ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു വാപ്പാ. നരകാഗ്നി അങ്ങയെ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു വാപ്പാ. സകല പ്രവാചകന്മാരുടെയും ഗുണകാംക്ഷ, നസ്വീഹത്ത് അങ്ങനെയായിരുന്നു. ആദ്യ മുർസലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനത്തിന്റെ ആ പ്രബോധനത്തിന്റെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുന്നതും ഇപ്രകാരം തന്നെയാണ്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, വേദനയേറിയ ഒരു ശിക്ഷയെ തൊട്ട് ഞാൻ നിങ്ങളെ ഭയപ്പെടുന്ന ജനങ്ങളെ എന്ന് പറയുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃകയാണ് ലൂത്ത് നബിയിലും ഇബ്രാഹിം നബിയിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും നാം കാണുന്നത്. അവർക്കെല്ലാം ഉണ്ടായിരുന്ന ഗുണകാംക്ഷ എന്ന് പറയുന്നത് നാടിനോടുള്ള വിദ്വേഷമല്ല, നാട്ടുകാരോടുള്ള പകയല്ല, കൂട്ടുകാരോടുള്ള വെറുപ്പല്ല, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോടുള്ള അമർഷമല്ല. നേരെ മറിച്ച് ആത്യന്തികമായ റബ്ബുൽ ഇസ്സത്തിന്റെ ഭയാനകരമായിട്ടുള്ള ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണമെന്നായിരുന്നു. പ്രബോധകന്മാർ മാതൃകയാക്കേണ്ടതും അത് തന്നെയാണ്. നമുക്കാരോടും വിദ്വേഷമോ പ്രയാസമോ വൈരാഗ്യമോ ഇല്ല. നാളെ പരലോകത്ത് കത്തിയാളുന്ന നരകക്കുണ്ടിൽ നിന്നും പ്രയാസം അനുഭവിക്കരുത് എന്നുള്ള ആ ഒരൊറ്റ നസീഹത്ത് മാത്രമാണ് പ്രബോധകന്മാരായിട്ടുള്ള പ്രവാചകന്മാരുടെ മാതൃക. ഖിയാമത്ത് നാൾ വരേക്കുമുള്ള പ്രബോധകന്മാരുടെ മാതൃകയും ഇതാണെന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ.
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പല പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആനിലെ പല അധ്യായങ്ങളിൽ കൂടി നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതിലെ ശ്രദ്ധേയമായ 2-3 പ്രാർത്ഥനകളാണ് ഇന്നത്തെ ഖുത്ബയിൽ കൂടി എന്നോടെന്ന പോലെ വിശ്വാസിനികളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിവിശിഷ്ടമായ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറ 83 മുതലുള്ള ആയത്തുകൾ നാം വായിക്കുകയാണ്. 20 ആയത്തുകളിൽ കൂടിയാണ് ആ അധ്യായത്തിൽ ഖലീലുള്ളയുടെ ചരിത്രം പറയുന്നത്. അതിലെ 3 ആയത്തുകൾ, അതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശം. മഹാനായ ഖലീലുള്ള റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന, റബ്ബി ഹബ്ലി ഹുക്മാ, അല്ലാഹുവേ എനിക്ക് നീ തത്വജ്ഞാനം നൽകണം, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം എന്നെയും ചേർക്കണം അല്ലാഹ്. 2 പ്രാർത്ഥനകളാണ് ഈ ഒരായത്തിൽ ഖലീലുള്ളയുടേതായിട്ട് റബ്ബുൽ ഇസ്സത്ത് വിശേഷിപ്പിക്കുന്നത്. ഒന്ന് ഹുക്കുമിനെ തേടുകയാണ്, തത്വജ്ഞാനത്തെ തേടുകയാണ്. എന്താണ് ഈ ഹുക്കുമൻ എന്ന് പറഞ്ഞാൽ? പ്രവാചകരിൽ നിന്നും നേരിട്ട് ദീൻ മനസ്സിലാക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, വഹുവ അൽ ഇൽമ്, അത് വിജ്ഞാനമാണ്. ഇൽമൻ കസീറാ, അധികരിച്ചുള്ള വിജ്ഞാനത്തെയാണ് ഹുക്കുമൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്. മറ്റു പല വീക്ഷണങ്ങളും ഈ ആയത്തിന്റെ ഈ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ വീക്ഷണ പ്രകാരം അല്ലാഹുവേ എനിക്ക് നീ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹലാലും ഹറാമും വേർതിരിച്ച് ജീവിതത്തിൽ അടയാളപ്പെടുത്തുവാനായിട്ട് എനിക്ക് നീ തൗഫീഖ് നൽകണം എന്നുള്ള ആ പ്രാർത്ഥനയാണ് റബ്ബി ഹബ്ലി ഹുക്മാ, അല്ലാഹുവേ നിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്നെ ജീവിക്കുവാനുള്ള തൗഫീഖ് എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. അതാണ് റബ്ബി ഹബ്ലി ഹുക്മാ. ഒന്നാമതായിട്ട് വിജ്ഞാനമാണ്. നേടിയ അറിവ് കൊണ്ട് ജനങ്ങളെ ക്ഷണിക്കലാണ് ആ നാഫിയായ ഇൽമു കൊണ്ട് ഒരു വിശ്വാസിക്ക് പ്രയോജനമാകുന്നത്. വക്രതയില്ലാത്ത ഒരു പ്രവാചകനെയാണ് ഇബ്രാഹിം നബിയിൽ കൂടി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തൗഹീദിലെ കപടന്മാരെയല്ല. അറിവ് നേടിയിട്ടും അറ്റത് നടിക്കുന്ന എത്രയോ പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തൗഹീദ് എന്തെന്നറിയാം, സുന്നത്ത് എന്തെന്നറിയാം, ജനങ്ങളോട് പറയുവാൻ ഒരു മടിയാണ്. ജനങ്ങളോട് തുറന്നു പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു വ്യാധിയും ആദിയുമാണ് പലരെയും ഭാര്യയോട് പറയുവാൻ മടി കാണിക്കുന്നത്, മക്കളോട് തുറന്നു പറയുവാനുള്ള മടി കാണിക്കുന്നത്, നാട്ടുകാരോടും വേണ്ടപ്പെട്ടവരോടും സത്യം തുറന്നു പറഞ്ഞാൽ ലഭിക്കുന്ന സ്വീകാര്യത നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം പലരെയും ഇന്ന് പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നില്ല ഖലീലുള്ളയുടെ നിലപാട്. അല്ലാഹുവിനോട് ചോദിച്ച ഇൽമു മനസ്സിലാക്കി അതിൽ നിന്നും റബ്ബ് പഠിപ്പിച്ച ആ ഇൽമു കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു തൻ്റെ ഇടത്തോടുകൂടി. യുവാവായിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 17 വയസ്സ് മുതൽ ആരംഭിക്കുകയാണ് തൻ്റെ നിലപാട് ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട്. ഖാനിതൻ ലില്ലാഹി ഹനീഫ, വക്രതയില്ലാത്ത ഒരു പ്രവാചകനാണ്. അല്ലാഹുവിന് പൂർണ്ണമായും അനുസരണയുള്ള ഒരു പ്രവാചകനാണ്. നമ്മെ പോലെയുള്ള വക്രതയുള്ളവരായിരുന്നില്ല മഹാന്മാരായ പ്രവാചകന്മാർ. നമ്മുടെയൊക്കെ പലരുടെയും അവസ്ഥ എന്താണ്? ഷിർക്കിന്റെ ഗൗരവം നന്നായിട്ട് മനസ്സിലാക്കി, അല്ലാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് നന്നായിട്ട് ബോധ്യമുണ്ട്, തൗഹീദിൽ നിന്നും കിട്ടുന്ന വരുമാനം നന്നായിട്ട് ബോധ്യമായി മനസ്സിലാക്കിയിട്ടും വിശ്വാസികളെ എന്തുകൊണ്ട് നമുക്ക് ആ ഷിർക്കിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെ വേണ്ട എന്ന് പറയുവാനുള്ള ഒരു ആർജവം നമുക്ക് നഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ തൗഹീദ് ആയതുകൊണ്ടാണ് ഇത്ര മറയില്ലാതെ കൃത്യമായി പറയുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇസ്ലാമിൽ മുഖസ്തുതിയില്ല സഹോദരങ്ങളെ. മുഖസ്തുതി പറയുന്ന ഒരു പ്രസ്ഥാനവുമല്ല ഈ മുജാഹിദ് പ്രസ്ഥാനം. പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം മറയില്ലാതെ, വളവില്ലാതെ, തിരിവില്ലാതെ നേരെ പറയുക ജനങ്ങളോട്. ജനങ്ങൾ സ്വീകരിക്കട്ടെ, അത് തള്ളിക്കളയട്ടെ. അംബിയ മുർസലീങ്ങൾ പഠിപ്പിച്ചതെന്ന ആദർശമാണ്.
ഷിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ചും അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചും ബോധ്യമാകുന്ന തൗഹീദ് എന്ന് പറയുന്നവർ പോലും വർഷാവർഷം കിട്ടുന്ന പെർ ഹെഡിന് 500-600 രൂപയും കിട്ടുമ്പോഴേക്കും അത് ആരും അറിയാതെ വാങ്ങിക്കൊണ്ട് തന്റെ കുടുംബത്തെ പോറ്റുന്ന വല്ലാത്ത ദാരുണമായ ഒരു അവസ്ഥയുണ്ടല്ലോ, സങ്കടമുണ്ട്. അതാണ് ഈ പറയുന്ന തൗഹീദിലെ കപടന്മാർ. എന്തിനാണ് നിങ്ങൾ ഈ തൗഹീദിന് വേണ്ടി ശബ്ദിക്കുന്നത്? ഖലീലുള്ളാഹിയുടെ മാർഗം പിൻപറ്റിയ നമുക്ക് എന്തിനാണ് ഒരു കാപട്യം? നമ്മൾ സ്വീകരിക്കുകയില്ല, മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ കലാമിലെ ഗൗരവം, നിങ്ങൾ തിന്നുന്നത് ഹലാലായിരിക്കണം, തയ്യിബായിരിക്കണം. കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. തിന്നുന്നതും ഹലാലായിരിക്കണം, നല്ലതായിരിക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോ ഹറാമായാൽ മതിയോ? അത് നമ്മൾ തിന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയല്ലേ. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ വക്രത കാണിക്കരുത് സഹോദരങ്ങളെ. അത് വേണ്ട എന്ന്, അരുത് എന്ന് പറയുവാനുള്ള ഒരു ആർജവം വിശ്വാസികളെ നാം നേടിയെടുക്കണം. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം. ഉത്ബുദ്ധരായവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഷിർക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് എന്തിന്റെ പേരിലായിരുന്നാലും, അത് നാടിന്റെ ഐക്യത്തിന്റെ പേരിലായിരുന്നാലും, അത് മഹലിന്റെ ഐക്യത്തിന്റെ പേരിലായിരുന്നാലും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. അങ്ങനെ ഷിർക്കിനെതിരെയുള്ള ഷിർക്കിനെ അനുകൂലിച്ചുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഓരോ അംഗത്തിനും കൊടുക്കുന്ന ഒരു ചുറ്റുപാടിൽ കൂടിയാണ് നാം വളർന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ വേണ്ട എന്ന് വെക്കണം, റബ്ബിന്റെ സഹായമുണ്ടാകും. പിന്നെന്തിനാ നമ്മളൊക്കെ ഈ മുജാഹിദുകൾ എന്ന് പറയുന്നത്? തൗഹീദ് എന്താ പറയുന്നത്? എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് പറയിപ്പിക്കുന്നത്? ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് ഇതുപോലെയുള്ള മഹത്തായ മിമ്പറിൽ നിന്നുകൊണ്ട് ഈ കാര്യം പറയുന്നത്. റബ്ബി ഹബ്ലി ഹുക്മാ, എനിക്ക് നീ വിജ്ഞാനം നൽകണമേ എന്നുള്ള ആ പ്രാർത്ഥന. ഇൽമിന് ഇസ്ലാം പഠിപ്പിച്ച ദീനിയായ അറിവിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രമാത്രം വലുതാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, മുസ്ലിമായി പിറന്ന എല്ലാവർക്കും മതപരമായിട്ടുള്ള അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ അറിവ് നേടിയവർക്ക് മാത്രമേ റബ്ബിനെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവ് നേടിയവർക്ക് മാത്രമേ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റഖീബും അലീമുമാണ് എന്നുള്ള ഒരു ബോധം നേടണമെങ്കിൽ അറിവ് കരസ്ഥമാക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിജ്ഞാനം നേടിയെടുക്കണം. എങ്കിൽ മാത്രമേ റബ്ബിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ 28-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അറിവില്ലാത്തവരും അറിവുള്ളവരും സമമാകുമോ എന്ന് റബ്ബ് തആല അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ഹൽ യസ്തവില്ലദീന യഅമലൂന വല്ലദീന ലാ യഅലമൂൻ, പ്രവാചക പറയുക, അറിവ് നേടിയവരും അറിവ് നേടാത്തവരും സമമാണോ എന്ന് സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്തിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. വിശ്വസിച്ചവരും അറിവുള്ളവർക്കും അല്ലാഹു തആല പല പദവികളും ഉയർത്തിയിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹിന, സൂറത്തുൽ മുജാദല 11-ാമത്തെ ആയത്ത്, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിശ്വാസികളെയും അറിവ് നേടിയവരെയും അല്ലാഹു പദവികൾ ഉയർത്തിയിരിക്കുകയാണ്. അവരുടെ ദറജകൾ അറിവില്ലാത്തവരെ പോലെയല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും, 3 അമൽ മാത്രം. അതിൽ രണ്ടാമതായി പ്രവാചകൻ എണ്ണിയത് വഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനകരമായിട്ടുള്ള അറിവ് നേടിയെടുക്കുക. സമയമില്ല നമുക്ക് പലർക്കും, ദുനിയാവിന്റെ പിന്നാലെ പോവുകയാണ്. ആഴ്ചയിൽ 1/4 മണിക്കൂർ ഖുർആൻ പഠിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ വന്നിരുന്നു കൊണ്ട് റബ്ബിനെ കുറിച്ച് അറിയുവാനായിട്ട് സമയമില്ല. എല്ലാം നേടിയതുപോലെ എനിക്കെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇനി എന്തിനാണ് ഇനി പഠനം? അഹങ്കാരമാണത്. നാം എന്ത് നേടി സഹോദരങ്ങളെ? ഹുറൂഫുൽ ഹിജായിയ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം?
എത്ര അക്ഷരങ്ങളുണ്ട്, അതിന്റെ മഖ്റജുകൾ ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ എത്ര പേർക്കറിയാം? എന്നിട്ടും പറയുന്നു എനിക്കെല്ലാം അറിയാം, ഞാൻ എന്തിന് 3/4 മണിക്കൂർ നഷ്ടപ്പെടുത്തണം? സമമാവുകയില്ല. അള്ളാഹുവിന്റെ അടിയാറുകളെ കുറിച്ചാണ് ഈ ആയത്ത്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. ആ അറിവിനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത്. റബ്ബി ഹബിലി ഹുക്മാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ, മാതൃകയുണ്ട് വിശ്വാസികൾക്ക്. വഇജ്അൽനി മഅസ്സാലിഹീന ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കണം, പരലോകത്തും സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കണം. അതിനുവേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചത്, ഇജ്അൽനി മഅസ്സാലിഹീന ഫിദ്ദുനിയാ വൽ ആഖിറ. റഹ്മാനായ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണമേ എന്നുള്ള പ്രാർത്ഥന ഖലീലുള്ളയുടേതായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. 3 പ്രാവശ്യമാണ് പ്രവാചകർ ഇത് ആവർത്തിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ വജ്അൽനി മഅർ റഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, ഉന്നതമായ കൂട്ടുകാരോടൊപ്പം എന്നെയും ചേർക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവസാന സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാണ്. ഇബ്രാഹിം നബിയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അഭേദ്യമായ ബന്ധമുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് അള്ളാഹുവിന്റെ ഖലീൽ പറഞ്ഞിരുന്നതായി ഹദീസുകളിൽ കാണാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ. അല്ലാഹ്, ഞങ്ങളെ നീ മുസ്ലിങ്ങളോടൊപ്പം ജീവിപ്പിക്കണമേ. വഅഹ്യിനാ മുസ്ലിമീൻ, മുസ്ലിങ്ങളായിട്ട് നീ ഞങ്ങളെ മരിപ്പിക്കണമേ. വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിപ്പിച്ച് ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് കാണാം, ഗൈറ ഹസായ വലാ മഫ്തൂനീൻ. അപമാനിതരും ശിക്ഷാർഹരുമല്ലാത്തവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ എന്നുള്ള പ്രാർത്ഥന ഇബ്രാഹിം നബിയുടേതായിട്ട് സൂറത്ത് ശുഅറ 87-ാമത്തെ ആയത്തിൽ കാണാം. സമാനമായിട്ടുള്ള പ്രാർത്ഥനകളാണ് 2 പ്രവാചകന്മാരുടേതും. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ അല്ലാഹുവേ, എന്നെ നീ അപമാനപ്പെടുത്തരുത്, മുസ്ലിമായി കൊണ്ട് എന്നെ നീ മരിപ്പിക്കണമല്ല. ഇത് പ്രവാചകന്മാരുടെ ഒരു പ്രാർത്ഥനയാണ്. പല അനുഗ്രഹങ്ങൾക്കും വിധേയരായ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ ആയത്തിലുള്ളത് നമുക്ക് ഹൃദ്യസ്ഥമാണ്. പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറ السماوات والارض انت وليي في الدنيا والاخره توفني مسلما والحقني بالصالحين. യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, രാജാധികാരം എനിക്ക് നീ നൽകി, സ്വപ്ന വ്യാഖ്യാനങ്ങളിൽ പലതും നീ എന്നെ പഠിപ്പിച്ചു, ആകാശഭൂമികളെ സൃഷ്ടിച്ച എന്റെ വലിയായ റബ്ബേ, ഇതൊന്നുകൊണ്ടും സമാധാനമാകുന്നില്ല. എന്നെ രാജാവാക്കിയതിൽ എനിക്ക് സമാധാനമില്ല. സ്വപ്ന വ്യാഖ്യാനങ്ങൾ എന്നെ നീ പഠിപ്പിച്ചുവല്ലോ, അതിലും എനിക്ക് സമാധാനമില്ല. എനിക്ക് സമാധാനം നൽകേണ്ടത് തവഫനി മുസ്ലിമാ, മുസ്ലിമായി കൊണ്ടെന്നെ നീ മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. അത് യൂസുഫ് നബിയുടെയും പ്രാർത്ഥനയാണ്. മുസ്ലിമായി കൊണ്ടെന്നെ നീ മരിപ്പിക്കണം, സത്യവിശ്വാസികളോടൊപ്പം എന്നെ നീ പരലോകത്ത് ഒരുമിപ്പിച്ചു കൂട്ടണം എന്ന് പ്രാർത്ഥിക്കുന്ന മഹാനായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ ഖലീലിൻ്റെതായിട്ട് വിശുദ്ധ ഖുർആനിലെ അതേ അധ്യായത്തിലെ 85-ാമത്തെ ആയത്തിൽ കാണാം.
വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹുവേ, സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ ഒരു അവകാശിയായി എന്നെ നീ മാറ്റണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. അല്ലാഹുവിന്റെ ഖലീലിന്റേതാണ് ഈ പ്രാർത്ഥന. സുഖസമ്പൂർണമായ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു അവകാശം നൽകണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയും മറ്റൊന്നായിരുന്നില്ല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. സ്വർഗം നൽകണേ അല്ലാ, നിന്നോട് സ്വർഗം ചോദിക്കുകയാണ്. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, വരദാനമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അല്ലാ. മാതൃകാ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. സത്യവിശ്വാസികൾക്ക് മാതൃകയായി അല്ലാഹു തആല എടുത്തു പറയുന്ന ഫിർഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രാർത്ഥന സൂറത്തു തഹരീമിലെ 11-ാമത്തെ ആയത്തിൽ കാണാം. റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹ്, നിന്റെ സ്വർഗ്ഗത്തിൽ എനിക്കൊരു ഇടം തരണമേ. ഇതായിരുന്നു സാത്വികന്മാരായിട്ടുള്ള പ്രവാചകന്മാരുടെയും മാതൃകാ വനിതകളുടെയും പ്രാർത്ഥന. നമ്മുടെ സമൂഹം ഉൾക്കൊള്ളുന്നില്ല ഇപ്പോഴും. അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത് സ്വർഗത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനോട് ചോദിക്കണമെന്നാണ്. നമ്മുടെ സമൂഹം അതിൽ നിന്നെല്ലാം പല കാര്യങ്ങളെയും വിഭിന്നമായ രീതിയിൽ മനസ്സിലാക്കിയതുപോലെ ഈ അടിസ്ഥാന വിഷയത്തിലും അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കണ്ടതും കേട്ടതും കാന്തപുരത്തിന്റെ അടുക്കലാണ് സ്വർഗത്തിന്റെ ടിക്കറ്റ്. അവ്യക്തത ഒഴിവാക്കുവാൻ പറയുകയാണ്. ഇത് വിശ്വസിക്കുകയാണ് ഒരു സമൂഹം. ആ വ്യക്തിയുടെ ആത്മപുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? വിശ്വാസികൾ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത ഒരു ആത്മീയ നേതാവാണ് ഈ കാന്തപുരം. നഊദു ബില്ലാഹ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? പ്രവാചകന്റെ ഒരു മുടിയുടെ പേൽ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മുസ്ലിയാർ എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് കഴിഞ്ഞ ദിവസം നാം കേട്ടതെന്താണ്? ഇസ്ലാമിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വാത്വികനായ മനുഷ്യനാണ് ഈ മുസ്ലിയാർ. മഅദല്ലാഹ്. എന്താണ് അദ്ദേഹത്തിന്റെ വിശ്വാസം? അവരെ കുറിച്ചുള്ള വിശ്വാസം മുരീദന്മാർ പാടിക്കൊണ്ടിരിക്കുകയാണ്. മുരീദന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങളുടെ ശൈഖാന് എണ്ണിക്കൊടുക്കുക. അത്രയ്ക്കും മതം പതിപ്പിച്ചു പോയ ഒരു സമൂഹത്തിനിടയിലാണ് നാം ജീവിക്കുന്നത്. അറിയുമല്ലോ മുഹയ്യിദ്ദീൻ മാലയിൽ, കൺകൂട വട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ. ഇതെല്ലാം അനിസ്ലാമികമാണെന്ന് പറയുമ്പോഴാണ് പലരും നമ്മോട് പറയുന്നത് പുത്തൻവാദിയാണ്. നിന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്കു പറഞ്ഞോവർ. മുഹയ്യിദ്ദീൻ ഷേഖിന്റെ ഒരു മുരീദായാൽ മതി, സ്വർഗം ഉറപ്പെന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് മുഹയ്യിദ്ദീൻ മാലയിൽ കൂടി. രസകരം അതൊന്നുമല്ല സഹോദരങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്രയും മഹത്തായ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നത്? മതത്തിലെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ചാണ് ബോധവാന്മാരാകാതെ ജനങ്ങളെ ഈ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ മഹത്തായ മിമ്പറിൽ നിന്നുകൊണ്ട് ഒരു ജുമാ സന്ദേശമായിട്ട് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നത്. അല്ലാഹുവേ, നിന്റെ ഔദാര്യമായ സ്വർഗത്തിൽ ഒരു ഇടം എനിക്ക് നൽകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, നിന്റെ വരദാനമായ സ്വർഗത്തിൽ ഒരു ഇടം തരണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. വിശ്വാസികൾക്ക് മാതൃകയായ ആസിയ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു ഇടം തരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു റബ്ബിനോട്. റിഫാഇ മാല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കീർത്തനം നമ്മുടെ ഇടയിൽ പരിചയമുണ്ടല്ലോ. റിഫാഇ ശൈഖ് ഉമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതൊക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ അവനാണ് സുന്നി എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇത് വിശ്വസിച്ചില്ലെങ്കിലോ അവൻ മുബ്തദിയാണ്, അവൻ പുത്തൻവാദിയാണ്. റിഫാഇ മാല വായിച്ചു നോക്കൂ, അവരുടെ വിശ്വാസമാണ്. ഇതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിഫാഇ ശൈഖ് അദ്ദേഹം ഉമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. 9 മാസം കഴിഞ്ഞു. ഒന്ന് പുറത്തേക്ക് വാ എന്ന് അള്ള പറഞ്ഞു പോലും. അപ്പോഴേക്കും വയറ്റിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് റിഫാഇ ശൈഖ് ഒരു നിബന്ധന വച്ചു പോലും. എന്താണ് നിബന്ധന?
അടിമാ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാടെ ഏകൽ കേട്ടാരേമോ ചിന്തോവർ. സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ. എന്താണ്? ഉമ്മയുടെ വയറ്റിൽ നിന്നും ഞാൻ പുറത്തേക്ക് വരണമെങ്കിൽ അല്ലാഹുവേ എനിക്ക് മാത്രമല്ല എന്നെ വിശ്വസിച്ചവർക്കും എന്റെ മുരീദന്മാർക്കും സ്വർഗം നീ നൽകണം എന്ന് ഉറപ്പ് തരണം. അവർക്കെന്ന് 4 സുവർഗം കൊടുത്താരേ ഉടനെ ദുനിയാവിൽ ഫിറന്ത് വളർന്നോവർ. അല്ല പറഞ്ഞു പോലും റിഫായി നിനക്കും നിന്റെ മാതൃകാ പുരുഷന്മാർക്കും നിന്റെ മുരീദന്മാർക്കും 4 സ്വർഗമുണ്ട്. ഉടനെ തന്നെ ഉമ്മയുടെ വയറ്റിൽ നിന്നും റിഫായി ഷേഖ് പുറത്തിറങ്ങി. നഊദു ബില്ലാഹ്. ഇതൊക്കെ വിശ്വസിക്കണം പോലും. അമ്പിയാക്കന്മാർ കാണിച്ച മാതൃകയല്ല ഇത്. തൗഹീദ് പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശത്തിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് ഈ വിശ്വാസം നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥന നോക്കൂ. സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്തിൽ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നരകത്തിൽ നിന്നും ശിർക്കിൽ നിന്നും അകറ്റണമേ. വിഗ്രഹ ആരാധന എന്ന് പറയുന്ന ഈ മഹാപാതകത്തിൽ നിന്നും എന്നെയും എൻ്റെ മക്കളെയും അകറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? ആരാണ് പ്രാർത്ഥിക്കുന്നത്? ജീവിതം തൗഹീദിന് വേണ്ടി സമർപ്പിച്ച ആദർശ പിതാവിന്റെ ഒരു പ്രാർത്ഥനയാണ്. സ്വന്തം പിതാവിനോടും രാജാവിനോടും ധൈര്യമായി നിന്നുകൊണ്ട് തൗഹീദ് പഠിപ്പിച്ച ഖലീലുള്ളയാണ്. നമ്രൂദിന്റെ തീക്കുണ്ടാരം സ്വീകരിച്ച ഖലീലുർ റഹ്മാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ വന്നുകൊണ്ട് ചോദിച്ചല്ലോ, ഹല്ലക മിൻ ഹാജത്തിൻ ഇബ്രാഹിം, എന്താണ് ആവശ്യം നിനക്ക്? അമ്മാ ഇലൈക ഫലാ, ഇല്ല ജിബ്രീൽ, എനിക്കും നിന്റെയും ഇടയിൽ ഒരാവശ്യവുമില്ല, എന്നെ അറിയുന്ന റബ്ബിനോട് ഞാൻ പൂർണ്ണമായും സമർപ്പിച്ചു എന്ന് മഹാനായ ഖലീലുള്ളയുടെ മുന്നിൽ വന്ന് നിന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോലും സഹായം സ്വീകരിക്കാത്ത ഖലീലുള്ള തൗഹീദിന്റെ ശബ്ദമായിരുന്നു ഖലീലുള്ള. ശിർക്കിനെതിരെയുള്ള കണ്ട കോടാലിയായിരുന്നു ഖലീലുള്ള. ആ ഖലീലുള്ളയുടെ ഒരു പ്രാർത്ഥനയാണ് വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹ് എന്നെയും എൻ്റെ മക്കളെയും ശിർക്കിൽ നിന്നും അകറ്റണമേ അല്ലാഹ്. നമ്മളൊക്കെ നിർഭയരാണോ വിശ്വാസികളെ? നമ്മളൊക്കെ നിർഭയരാണോ? സാമൂഹ്യ ബന്ധത്തിൽ ഉയർന്നു വരുന്ന സ്നേഹബന്ധമാണ് ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സൂറത്തുൽ അൻകബൂത്ത് 25-ാമത്തെ ആയത്തിൽ കാണാം. മവദ്ദതം ബൈനകും ഫിൽ ഹയാത്തിദ് ദുനിയാ. ജനങ്ങളെ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നത് ഭൂമിയിലുള്ള ചിലരുമായിട്ടുള്ള സ്നേഹബന്ധമാണ്. ഉമ്മയോടുള്ള സ്നേഹബന്ധം, മക്കളോടുള്ള സ്നേഹബന്ധം, മഹല്ലുകാരോടുള്ള സ്നേഹബന്ധമാണ് ശിർക്കിൽ നിങ്ങൾ പിന്തുടരുന്നത് എന്ന് പഠിപ്പിക്കുന്നതാരാ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രഭാഷണവും തൗഹീദ് കൊണ്ട് തുടങ്ങുകയും തൗഹീദ് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്താലും എന്തെല്ലാം സുഹൃതങ്ങൾ വാരിക്കൂട്ടിയാലും ചെറിയ ഒരു അളവിൽ ശിർക്ക് അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പ്രവാചക, ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശിർക്ക് വന്നാൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോവുകയും പരാജിതരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആവുകയും ചെയ്യുമെന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം, ഈ തൗഹീദി പ്രസ്ഥാനം തൗഹീദി ആശയങ്ങൾക്കും തൗഹീദി പ്രഭാഷണങ്ങൾക്കും മുൻതൂക്കം നൽകുന്നത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണത്.
വഫാത്താകുവാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലും ഖലീലുള്ള മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, മക്കളെ, എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ ആരോടായിരിക്കും പ്രാർത്ഥിക്കുക? നിങ്ങൾ ആർക്കായിരിക്കും വഴിപാടുകൾ നടത്തുക? ആർക്കായിരിക്കും ഇബാദത്തുകൾ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ മക്കൾ പറയുന്ന മറുപടി, ഇബ്രാഹിം പിതാവേ, അള്ളയോടായിരിക്കും. മരിക്കുന്ന സമയത്ത് പോലും തൗഹീദിന് വേണ്ടി പടപൊരുതിയ മഹാനായ ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതമാണ് വിശ്വാസികളെ നാം ഈ ഈദുൽ അദ്ഹ ആഘോഷിക്കുമ്പോൾ 20 ലക്ഷത്തിൽ കൂടുതൽ ഹാജിമാർ മക്കയുടെ പരിസരത്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാനായി പ്രാർത്ഥനയോടൊപ്പം അവരുടെ ജീവിതം അടയാളപ്പെടുത്തുമ്പോൾ നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, റഹ്മാനായ റബ്ബേ, അവരുടെ സൽക്കർമ്മങ്ങൾ നീ മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണമേ. പ്രയാസരഹിതമായ അമലുകൾ ചെയ്തതിന് ശേഷം അവരുടെ നാടുകളിൽ നിർഭയത്വത്തോടുകൂടി വന്ന് ശിഷ്ടജീവിതം നയിക്കുവാൻ റഹ്മാനായ റബ്ബേ നീ അവർക്ക് തൗഫീഖ് നൽകണമേ. നമ്മുടെ നാട്ടിൽ നിന്നും ചില സഹോദരങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, റഹ്മാനെ അവരുടെയും ഹജ്ജുകൾ നീ മബ്റൂറും മഖബൂലുമാക്കണമേ. ആ ഹജ്ജിന്റെ വേളയിൽ നാം ഓർക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പാഠമാകണം. വിജ്ഞാനം തേടുന്ന ആ പ്രവാചകൻ, അറിവിനെ തേടിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ജീവിതത്തിലും പരലോകത്തും സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മരിക്കുമ്പോൾ എന്നെ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ജീവിതത്തിൽ മുച്ചൂടും ഷിർക്കിൽ നിന്നും വിട പറയുന്ന ഒരു ജീവിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മാതൃകയുണ്ട് സഹോദരങ്ങളെ. ജീവിതത്തിൽ സദാസമയവും പ്രാർത്ഥനകൾ കൊണ്ട് നാവുകൾ നനയണം വിശ്വാസികളെ. അറഫ ദിവസമാണ് മറ്റന്നാൾ ഞായറാഴ്ച. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് സുന്നത്തായ നോമ്പ് ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനാണ്. ഹജ്ജ് ചെയ്യുന്നവർക്കുള്ള ഐക്യദാർഢ്യമാണ് അറഫ നോമ്പെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ദുർവ്യാഖ്യാനം നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അങ്ങനെയല്ല. ഒരു നാട്ടിൽ ദിൽഹജ്ജ് 9 എപ്പോഴാണോ അന്ന് നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് കൃത്യമായ ആ ഹദീസ് പഠിച്ചു മനസ്സിലാക്കിയ മുഫസ്സിരീങ്ങളും മുഹദ്ദിഥീങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത്. യുകഫിറു സനത്തൽ മാളിയത വൽ ബാഖിയ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ചെറുപാപങ്ങൾ ആ അറഫ നോമ്പ് മൂലം അല്ലാഹു തആല പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വശാഹിദും വമശ്ഹൂദ്, സൂറത്തുൽ ബുറൂജിലെ 3-ാമത്തെ ആയത്താണ്. വസ്സമായി ദാത്തുൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ആകാശം തന്നെയാണ് സത്യം. വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം തന്നെ, അഥവാ വെള്ളിയാഴ്ച ദിവസം തന്നെ, ഖിയാമത്ത് നാൾ തന്നെയാണ് സത്യം. വശാഹിദും വമശ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നവയാണ് തന്നെ സത്യം. ഏതാണ് സാക്ഷി? അത് യൗമുൽ ജുമുഅയാണ്. സാക്ഷ്യം വഹിക്കുന്ന ദിവസം എന്ന് പറയുന്നത് യൗമുൽ അറഫയാണ്. എല്ലാം സമ്മേളിച്ചിരിക്കുകയാണ് ഈ പവിത്രമായ ഈ മാസത്തിൽ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അറഫ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുക. മാമിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഫ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസം പോലെ അല്ലാഹു തആല നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന മറ്റൊരു ദിവസമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അറഫ ദിവസത്തിലെ പ്രവാചകരുടെ അധികരിച്ച പ്രാർത്ഥന നമുക്ക് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മുടെ അറഫ ദിവസം ഞായറാഴ്ചയാണ്. ആ ദിവസം നമ്മുടെ നാവുകൾ നനയണം ഈ പ്രാർത്ഥനകൾ കൊണ്ട്. അറഫ 9-ന്റെ സുബഹ് മുതൽ അയ്യാമുത്ത് തശ്രീഖിലെ 13-ാമത്തെ ദിവസം വരേക്കും, അഥവാ വ്യാഴാഴ്ച വരെ, അറഫ ദിവസത്തിലെ സുബഹ് മുതൽ, അഥവാ ഞായറാഴ്ച സുബഹ് മുതൽ
വ്യാഴാഴ്ച അസ്ർ വരെയും നാം തക്ബീറുകൾ കൊണ്ട് മുഖരിതമാകണം വിശ്വാസികളെ. നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയങ്ങളിലും നമ്മുടെ നാവുകൾ തക്ബീറുകൾ കൊണ്ട് മന്ത്രോച്ചാരണം കൊണ്ട് റബ്ബിങ്കലേക്ക് അടുക്കുവാനുള്ള ആ ഒരു അമലുകൾ സ്വീകരിക്കണം വിശ്വാസികളെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അമലുകൾ ചെയ്യുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ദുൽഹിജ്ജയുടെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.